പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനിക്ക് സമീപം നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം വീണ്ടും പ്രവർത്തന സജ്ജമായി. കുഴൽക്കിണറിൽ നിന്ന് ശുദ്ധജലം ലഭിക്കാത്തതിനെ തുടർന്ന് അടച്ചിടേണ്ടി വന്ന ഈ വിശ്രമ കേന്ദ്രം പകരം സംവിധാനമൊരുക്കിയാണ് പഞ്ചായത്ത് പ്രവർത്തന സജ്ജം ആക്കിയിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നേരത്തെ പ്രവർത്തിച്ചിരുന്ന വഴിയോര വിശ്രമ കേന്ദ്രമാണ് കുഴൽക്കിണറിൽ നിന്നും ശുദ്ധജലം ലഭ്യമാകാത്തതിനാൽ അടച്ചിടേണ്ടി വന്നത്. ഇതേ തുടർന്ന് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണർ നിർമ്മിച്ചാണ് ജലലഭ്യത ഉറപ്പാക്കി വിശ്രമകേന്ദ്രം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. 2 വർഷം മുന്നേ പ്രവർത്തനം ആരംഭിക്കുകയും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ടുള്ള ബോർവെല്ലിൽ നിന്നുള്ള വെള്ളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബോർവെല്ലിൽ നിന്നും ചെളിവെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടോയ്ലറ്റിലേക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വീണ്ടും വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരിശോധിക്കുകയും ഇത് റിപ്പയർ ചെയ്ത് നല്ല ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി വീണ്ടും പരിശോധന നടത്തുകയുണ്ടായി. എന്നിരുന്നാലും ഈ ബോർവെല്ലിൽ നിന്നും ശുദ്ധമായ വെള്ളം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക്, കാലിക്കടവിലെ ടേക്ക് എ ബ്രേക്ക് അടച്ചിടുകയും ചെയ്യുകയുണ്ടായി. വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം മാത്രം തുറന്ന് പ്രവർത്തിക്കാമെന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ വാർഷിക പദ്ധതിയിൽ പ്രൊജക്റ്റ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാലിക്കടവിൽ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശത്ത് പുതിയൊരു കിണർ പ്രൊജക്റ്റിൽ തുക വകയിരുത്തി നിർമ്മിക്കുകയും അതിൻ്റെ പ്രവർത്തനം പൂർത്തിയായതിനു ശേഷം പമ്പ് ഹൗസ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം ജലലഭ്യത ഉറപ്പുവരുത്തി ഈ ടേക്ക് എ ബ്രേക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഭരണസമിതി സ്വീകരിച്ചു. കെട്ടിടം അടഞ്ഞുകിടന്ന അവസരത്തിൽ സാമൂഹ്യവിരുദ്ധർ പൂട്ട് തകർത്ത് അകത്ത് കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയും വൃത്തിഹീനമാക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ അടിയന്തര ഇടപെടലാണ് നടത്തിയത്. പഞ്ചായത്ത് ജീവനക്കാർ ചേർന്ന് കെട്ടിടവും പരിസരവും ശുചീകരിക്കുകയും ചെയ്തു. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും തുറക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ ജനങ്ങൾ കാലിക്കടവിൽ വരുന്ന മുഴുവൻ ആൾക്കും പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ സൗകര്യം ഇന്നതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് നാളെ മുതൽ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇതിനാവശ്യമായ ഒരാളെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇതുവരെ നിർമ്മാണത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച സാധനമായിരുന്നു. ലോക്ക് ചെയ്ത് വെച്ച ഈ ശുചിമുറികളെല്ലാം തുറന്നു വെച്ച് ലോക്ക് തുറന്നുകൊണ്ട് പൊട്ടിച്ചുകൊണ്ട് ചില സാമൂഹ്യ ദ്രോഹികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ ജീവനക്കാർ തന്നെ നേരിട്ട് എത്തി വൃത്തിയാക്കി നാളെ മുതൽ നമുക്ക് ഏറ്റവും നല്ല ഭംഗിയായി നമുക്ക് ഈ സംവിധാനം ഉപയോഗിക്കാൻ മുഴുവൻ ജനങ്ങൾക്കും സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണെന്ന് മാത്രം ആണ് പറയാനുള്ളത്. വിശ്രമകേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി പ്രത്യേക ജീവനക്കാരനെ പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനകരമായ ഈ കേന്ദ്രം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയതോടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു പരാതിക്കാണ് പരിഹാരമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.